കൃത്യമായ തിരിച്ചടി ഉറപ്പാണ്. ഇറാന് നേരെ ഇസ്രായേൽ എപ്പോഴൊക്കെ ആയുധമെടുത്തിട്ടുണ്ടോ അതിന് ഇരട്ടി പ്രഹരം അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അമേരിക്കയുമായി യുദ്ധം ഏതു നിമിഷവും നടക്കുമെന്ന ധാരണ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കി ആ മറവിൽ ഇറാനെ പോരിന് വിളിച്ച ഇസ്രായേൽ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭൂഗർഭ അറയിൽ ഇറാന്റെ പോരാളികൾ ഒരുക്കി വെച്ച ഓരോ അസ്ത്രങ്ങളും പ്രയോഗിക്കാനുള്ള സമയം ഇതാ ആഗതമായിരിക്കുന്നു. വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാനിലുടനീളം വൻ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയതായും നഗരത്തിലെ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ആണവ കരാറിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ നടന്ന ഈ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് ലോകം ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ പാസ്റ്റ് സ്ട്രീറ്റിന് സമീപം മിസൈൽ പതിച്ചതിനെ തുടർന്ന് കട്ടിയുള്ള പുക ഉയർന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ തിരിച്ചടി നൽകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രായേൽ സൈന്യം രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. വ്യോമാക്രമണ സൈറണുകൾ മുഴക്കി പൊതുജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ സ്കൂളുകൾക്കും ജോലി സ്ഥലങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം കർശന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷേ യുദ്ധം തുടങ്ങി എന്നതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ ഒന്നാകെ ഒരു മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ നീക്കങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും ജനീവ കരാറുകളെയും കാറ്റിൽ പറത്തി ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ഇസ്രായേൽ നടത്തിയ ഈ നഗ്നമായ കടന്നുകയറ്റം ലജ്ജാകരം തന്നെ. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ജനവാസ മേഖലകളിലും മിസൈലുകൾ പതിച്ചതായും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ലോക സമാധാനത്തിന് നേരെ തൊടുത്തുവിട്ട വെല്ലുവിളിയാണെന്ന് വ്യക്തമാണ്. ഇസ്രായേലിന്റെ ഈ അഹങ്കാരത്തിന് പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ വഴിവിട്ട പിന്തുണയുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ആയുധബലവും സാങ്കേതിക വിദ്യയും തങ്ങളുടെ പക്കലുണ്ട് എന്ന ധിക്കാരത്തിൽ അയൽ രാജ്യങ്ങളെയും ശത്രു രാജ്യങ്ങളെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്ന ഇസ്രായേലിന്റെ ശൈലി പശ്ചിമേഷ്യയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വടക്കൻ ഗാസയിലും ലബനനിലും നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ട് യുദ്ധം വ്യാപിപ്പിക്കുന്നത് തങ്ങളുടെ പരാജയ ഭീതി മറച്ചു വെക്കാൻ തന്നെയാണ്. എന്നാൽ ഈ ധിക്കാരത്തിന് ഇറാൻ നൽകാൻ പോകുന്ന മറുപടി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നും ഉറപ്പാണ്. ഇറാന്റെ സൈനിക കരുത്തിനെയും ആത്മവീര്യത്തെയും കുറച്ചു കാണുന്നതാണ് ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഒരു വിരൽ അനങ്ങിയാൽ പോലും അതിന് 10 ഇരട്ടി ശക്തിയിൽ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണ്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഇറാന്റെ ആവനാഴിയിലുമുണ്ട്. കഴിഞ്ഞ തവണ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണം ലോകം കണ്ടതാണ്. അതിനേക്കാൾ ഭീകരമായ ഒരു പ്രത്യാഘാതമായിരിക്കും ഈ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകളെ കുറിച്ച് സംസാരിക്കുകയും മറുഭാഗത്ത് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ കാപട്യം ആഗോള സമൂഹം തിരിച്ചറിയണം. ഇസ്രായേൽ വിതയ്ക്കുന്ന ഈ വിനാശത്തിന്റെ വിത്തുകൾ കൊയ്യാൻ പോകുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. യുദ്ധക്കൊതി മൂത്ത നെതന്യാഹു ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു പ്രദേശം മുഴുവൻ ചുട്ടെരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇറാൻ അത്ര പെട്ടെന്ന് തളരുന്ന ഒരു രാജ്യമല്ല. പ്രതിരോധത്തിന്റെ കരുത്തും പോരാട്ടത്തിന്റെ വീര്യവും ഒത്തിണങ്ങിയ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനുള്ള പണികൾ ഇറാൻ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ ശക്തമായി അപലപിക്കുന്നതിനോടൊപ്പം സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഏതൊരു നീക്കത്തിനും വലിയ പിന്തുണയാണ് ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം അതിരുവിട്ട ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ ഇറാന് അറിയാമെന്ന സത്യം വരും ദിവസങ്ങളിൽ ലോകം കാണാൻ പോവുകയാണ്.
പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ തുടരുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കും അഹങ്കാരത്തിനും അറുതി വരുത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. പരമാധികാരമുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ കടന്നു കയറുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ഈ നടപടികൾ ലോക മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്രായേലിന്റെ ഈ ധിക്കാരപരമായ നിലപാടുകളെയും നിരന്തരമായ പ്രകോപനങ്ങളെയും ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ടത് നീതി ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങളായി ഫലസ്തീന് ജനതയ്ക്ക് മേൽ നടത്തുന്ന ക്രൂരതകൾക്കും അയൽരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾക്കും എണ്ണമറ്റ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇസ്രായേൽ തങ്ങളുടെ നയം തിരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു പരിധിക്കപ്പുറം അഹങ്കാരം അതിരുവിടുമ്പോൾ അതിനെ തളയ്ക്കാൻ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന പ്രതിരോധം സ്വാഭാവികമായ ഒന്ന് തന്നെയാണ്. പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് യുദ്ധം ക്ഷണിച്ചു വരുത്തുന്ന ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ മേഖലയെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടാൻ പോകുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ആയുധബലവും വൻ ശക്തികളുടെ പിന്തുണയും ഉണ്ടെന്ന അഹങ്കാരത്തിൽ ആരെയും ആക്രമിക്കാമെന്ന ഇസ്രായേലിന്റെ ബോധ്യം തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പകരം ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് മറുപടി പറയുന്ന ഇസ്രായേലിന്റെ ശൈലി ലജ്ജാകരമാണെന്ന് വീണ്ടും 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 പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ കടന്നുകയറ്റവും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണെന്ന് കൂടി ഓർക്കണം. സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഏതൊരു രാഷ്ട്രത്തിനും അവകാശമുണ്ട്. ഇസ്രായേലിന്റെ ആധിപത്യ മനസ്ഥിതിക്ക് അന്ത്യം കുറിക്കാൻ മേഖലയിലെ കരുത്തുറ്റ ശക്തികൾക്ക് സാധിക്കുമെന്നത് ഒരു വസ്തുതയുമാണ്. ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഒരു രാജ്യം മാത്രം യുദ്ധക്കൊതിയുമായി മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാകാത്ത കാര്യവുമാണ്. ഇസ്രായേൽ നേരിട്ട് ഇറാന്റെ മണ്ണിൽ മിസൈൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ ഒരു മഹാസ്ഫോടനത്തിന്റെ മുനമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത സൈനിക നീക്കങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇസ്രായേലിന്റെ ഈ അഹങ്കാരത്തിന് ഇറാൻ നൽകാൻ പോകുന്ന തിരിച്ചടി വെറും ഒരു മിസൈൽ ആക്രമണത്തിൽ ഒതുങ്ങി നിൽക്കില്ല. മിസൈൽ വർഷമായിരിക്കും നടക്കുക. അവിടെ കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ് എന്നതാണ് ഇവർ തിരിച്ചറിയേണ്ടത്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിയ ഇസ്രായേലിന് മാപ്പില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടവും അതിന്റെ സൈന്യവും. ഇറാന്റെ കൈവശമുള്ള അത്യാധുനികമായ ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോൺ വ്യൂഹങ്ങളും ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയാണ്. ഇസ്രായേലിന് ഇപ്പോഴും അറിയില്ല ഇറാന്റെ കയ്യിൽ എത്രത്തോളം ആയുധങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണയേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള ഒരു തിരിച്ചടിയാണ് ഇറാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും സാമ്പത്തിക സ്ഥിരകളും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കാം. പക്ഷേ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് എന്തായാലും പണി കൊടുക്കാൻ ഇറാൻ തയ്യാറാകും. ഇറാന്റെ കാവലാളുകളായിട്ട് നിൽക്കുന്ന ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നിവർ പോലും ഈ യുദ്ധത്തിൽ അവർക്കൊപ്പം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.